മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 44 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ ശിക്ഷിക്കാനല്ല, പ്രത്യുത അവനെ രക്ഷിക്കാനാണ്. ഈശോ തന്റെ ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവനായിരുന്നു. പിതാവായ ദൈവം തന്നെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണ് ഞാനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നമ്മുടെ പാപങ്ങൾ നോക്കി ശിക്ഷിക്കുന്നവനോ വിധിക്കുന്നവനോ മാറ്റി നിർത്തുന്നവനോ അല്ല നമ്മുടെ ദൈവം. നമ്മളെ രക്ഷിക്കുന്നവനാണ്. ആരെല്ലാം അനുതാപത്തിലേക്ക് കടന്നു വരുന്നുവോ, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, പാപം ചെയ്തു പോയി, ആ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരെല്ലാം കടന്നു വരുന്നുവോ അവരുടെ ജീവിതങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നവനാ ഈശോനാഥൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം, ഇന്ന് നിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ കുറവിനെ ഓർത്ത് ദൈവസന്നിധിയിലെ കടന്നു വന്നിട്ട്, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, ഞാനിതാ സർവ്വപാപങ്ങളെയും ഉപേക്ഷിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പാപത്തെയും ഞാൻ വെറുക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവന്റെ ജീവിതത്തിലെ രക്ഷയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാ. നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ, ത്യാഗപ്രവർത്തികൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്തയും ഇത് തന്നെയായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത ഇതായിരിക്കണം, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, പാപത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിന് ദൈവം രക്ഷ നൽകും. കാരണം അതിനു വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശിക്ഷയിൽ കഴിയേണ്ടവരല്ല, നാശത്തിൽ കഴിയേണ്ടവരല്ല, തകർച്ചയിൽ കഴിയേണ്ടവരല്ല. പ്രത്യുത ദൈവം നൽകുന്ന വലിയ കൃപയെ സ്വീകരിച്ച അനുഗ്രഹത്തിൽ ജീവിക്കേണ്ടവരാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഈ ദിവസത്തെ എല്ലാ അധ്വാനങ്ങളെയും നമുക്ക് വിട്ടുകൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരോരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.